ഫ്രണ്ട്സ് നമസ്കാരം, ഹോം മെക്കാനിക്കിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സഞ്ജു ചെറിയാൻ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ പെഡൽക്കാറിൻ്റെ ഒന്ന് രണ്ട് ചെറിയ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുട്ടികളോട് ഇതിനെപ്പറ്റി അവരുടെ അഭിപ്രായം എന്താണെന്നൊന്ന് ചോദിക്കാം. ജുബൈൻ, കമോൺ. ജുബൈൻ, എങ്ങനെയുണ്ട് നമ്മുടെ പെഡൽക്കാർ? ഇതൊരു അടിപൊളി പെഡൽക്കാറാണ്. സൈക്കിൾ ഓടിച്ചെടുക്കണ മുറ്റത്തേക്കടെ എങ്ങനെ ഓടിച്ചെടുക്കാൻ പറ്റും. അടിപൊളി, സൂപ്പർ. മുമ്പൊരിക്കൽ ഞങ്ങൾ ഒരു ചിൽഡ്രൻസ് പാർക്കിൽ പോയപ്പോൾ കുട്ടികളിങ്ങനെ പെഡൽക്കാറൊക്കെ ഓടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്തു. ഞങ്ങൾക്കെല്ലാവർക്കും അത് ഇഷ്ടമായി. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ അപ്പം ഞങ്ങൾക്കായി അത് ഉണ്ടാക്കി തരാൻ തീരുമാനിച്ചു. പാർക്കിൽ കണ്ട പോലെ കാറുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ പാർട്സ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് സൈക്കിളിൻ്റെ പാർട്സ് വെച്ച് ഉണ്ടാക്കിയ കാറാണ് ഇത്. ആദ്യം ഒരാൾക്ക് ചവിട്ടാവുന്ന പെഡലിംഗ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ 2 പേർക്ക് ചവിട്ടാനുള്ള പെഡലിംഗ് സിസ്റ്റമാക്കി മാറ്റി. പിന്നെ സ്റ്റിയറിങ്ങും ബ്രേക്കിംഗ് സിസ്റ്റവുമാണ് പിന്നെ ചെയ്ത മോഡിഫിക്കേഷനുകൾ. ഇതിൽ സൈക്കിളിൻ്റെ പാർട്സാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2-3 പേര് കയറിയാലും സൈക്കിൾ ഓടിക്കുന്നത് പോലെ തന്നെ മുറ്റത്തു കൂടെ ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റും. ഏകദേശം 4 വർഷം മുമ്പാണ് ഈ വണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ 2 ടയർ ഇടയ്ക്ക് മാറിയിരുന്നു. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ടയർ മാറാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അത് കാറ്റടിക്കുന്ന ടൈപ്പ് അല്ല, ഒരു റബ്ബർ കൊണ്ടുള്ള ഒരു പ്രത്യേക മെറ്റീരിയലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബ്രേക്കിൻ്റെ കട്ടകളൊക്കെ ഡാമേജായി. അപ്പോൾ അതും ഇത്തവണ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പുതിയ ടയറുകളും പിന്നെ അത് മാറിയിടാനുള്ള ടൂൾസ്, ഈ സൈക്കിൾ പഞ്ചർ ഒട്ടിക്കുന്ന സ്ഥലത്തൊക്കെ ഇരിക്കുന്ന പോലത്തെ 2 ടൂൾസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് മാറിയിടുക എന്ന് പറയുന്നത് വലിയ ചടങ്ങുള്ള പണിയൊന്നുമല്ല. പ്രത്യേകിച്ചും ഇതിപ്പോൾ ട്യൂബ് ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല. ട്യൂബുള്ള ടൈപ്പാണെങ്കിൽ നമുക്ക് കുറേ കൂടെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ട്യൂബ് നമ്മൾ കറക്റ്റായിട്ട് ഇത് കൊണ്ട് കുത്തിയെടുക്കുമ്പോൾ ട്യൂബ് ചിലപ്പോൾ ഡാമേജ് ആയിട്ട് അത് പഞ്ചറായി പോകാൻ ചാൻസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ കേസിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. ഈ ഒരു അളവ് ടയറിനൊക്കെ ഇത്തരം വീലുകൾ ധാരാളം മതിയാകും. കൂടാതെ ഇതിപ്പോൾ ഫ്രണ്ട് വീലാണ് 2 എണ്ണം. ബാക്ക് വീലിൽ ഇത്തരം വീല് ആയിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അത് മാറ്റി ട്യൂബുള്ള ടൈപ്പ് ടയറാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കാരണം ബാക്കിൽ കൂടുതൽ കുട്ടികളൊക്കെ കയറുമ്പോൾ കൂടുതൽ ലോഡ് വരും. അപ്പോൾ ചവിട്ടിയാൽ നീങ്ങാനായിട്ട് പ്രയാസം വരും. അപ്പോൾ അതിന് ട്യൂബ് ഉള്ള ടയർ തന്നെയാണ് നല്ലത്. ഇത്തരം ഒരു ടയറിന് 125 രൂപയാണ് വില.
ബ്രേക്ക് കട്ടുകൾ മാറ്റിയിടുന്നതാണ് അടുത്ത പരിപാടി. ബാക്കിൽ 2 ടയറിന് മാത്രമാണ് ബ്രേക്കുള്ളൂ. അത് സൈക്കിളിൻ്റെ ടൈപ്പ് ബ്രേക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് മോഡിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഇത്തരം ഒരു സിസ്റ്റം അല്ലായിരുന്നു. അതൊരു ഇരുമ്പിൻ്റെ ബാർ ഉപയോഗിച്ച് ടയറിൽ നേരിട്ട് പ്രസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലിവർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് മോഡിഫൈ ചെയ്ത സമയത്ത് അത് സൈക്കിളിൻ്റെ ബ്രേക്ക് പോലെ ആക്കി മാറ്റി. ഇതിൻ്റെ 1ഉം 2ഉം വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് കാണണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചെറിയൊരു ആക്സസറി ഫിറ്റിംഗ് കൂടി ഇത്തവണ ഉൾപ്പെടുത്തുന്നുണ്ട്. വേറൊന്നുമല്ല, ബാക്കിലൊരു ചവിട്ടുപടി. കുട്ടികൾ കൂടുതലുള്ള സമയത്ത് ബാക്കിൽ നിൽക്കുന്നയാൾക്ക് ചവിട്ടുപടിയിൽ കാൽ ചവിട്ടി സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലോഡ് ടെസ്റ്റും കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.